من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മളോട് അതിയായ സ്നേഹവും കാരുണ്യവുമുള്ള പടച്ച റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹിജ്റ 10ാമത്തെ വർഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ചുകൊണ്ട് നടത്തിയ തുല്യതയില്ലാത്ത പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ച ഒരു പ്രസംഗമുണ്ട്. ഹജ്ജത്തുൽ വദാ എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസംഗത്തിലെ ഓരോ അധ്യാപനങ്ങളും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിലെ അധ്യാപനങ്ങൾ വിശ്വാസികളായ നമുക്ക് എന്നും മാതൃകയാണ്. പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെന്ന് നമ്മൾ കൊതിക്കുന്നു, സ്വർഗത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭങ്ങളിലൂടെ ഒരു വിശ്വാസി തികച്ചും പൂർണ്ണമായും പഠിക്കേണ്ടുന്ന വളരെ മഹത്തരമായി കൊണ്ടുള്ള അധ്യാപനങ്ങളാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രസംഗത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മെസ്സേജ് എന്നുള്ളത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങുന്നു എന്നുള്ള ഒരു അറിയിപ്പ് സ്വഹാബത്തിന്റെ മുമ്പിൽ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇസ്മഊ മിന്നി ഉബയ്യിനു ലക്കും, എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഫിഖി ഹാദാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇനി ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാനോ നിങ്ങളെ കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ആ ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ടല്ലോ, അതായിരുന്നു അവസാനത്തെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും ഹജ്ജായി കൊണ്ട് കണക്കാക്കപ്പെടുന്നത്. ആ അടുത്ത വർഷം വരുന്നതിന്റെ മുമ്പ്, ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഖുദൂ അന്നീ മനാസികകും, നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്വഹാബ ഫഇന്നി
ലാ അദ്രി ലഅല്ലി ലാ ഹുജ്ജു ബഅദ ആമി ഹാദാ, ഇതിനുശേഷം അടുത്ത വർഷത്തിൽ ഇനി നിങ്ങളുടെ കൂടെ ഹജ്ജിന് ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരത്തിലൂടെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ള മെസ്സേജുകളാണ്. സൂറത്തുൻ നസ്റിന്റെ അവതരണമാണ്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ കുറിച്ചുകൊണ്ടുള്ള വൃത്താന്തമാണെന്ന് അഥവാ അറിയിപ്പാണ് എന്ന് മുഫസ്സിറുകൾ പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, ഒരു കാര്യം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അതിനു ശേഷം കുറവല്ലാതെ മറ്റൊന്നും വരികയില്ല. അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം നമ്മളെ പഠിപ്പിച്ചു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനക്ക് നാളെ പരലോകത്ത് രക്ഷ ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവസാനത്തെ കർമ്മമായി കൊണ്ടുള്ള ഹജ്ജും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് സ്വഹാബത്ത് മനസ്സിലാക്കി, സ്വഹാബത്ത് കരയാൻ തുടങ്ങി. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുകയാണ് എന്നുള്ള ഒരു മെസ്സേജ് അതിലൂടെ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവും പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജിലൂടെ നമുക്കും പഠിക്കുവാനുണ്ട് മരണത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, ദുനിയാവിന്റെ നശ്വരതയെ കുറിച്ചിട്ടുള്ള ചിന്ത, പരലോകത്തിന്റെ വിശാലതയെ കുറിച്ചിട്ടുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഇറാദകും ഹറാമുൻ അലൈക്കും. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ രക്തവും അതുപോലെ തന്നെ ധനവും നിങ്ങളുടെ സമ്പത്തുമെല്ലാം നിങ്ങളുടെ അഭിമാനമെല്ലാം അത് പവിത്രമായതാണ്. അഥവാ നമുക്ക് നമ്മുടെ സമ്പത്തും നമ്മുടെ രക്തവും നമ്മുടെ അഭിമാനം എത്ര പവിത്രതയായിട്ട് നമ്മൾ കാണുന്നുണ്ടോ അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടേതും നമ്മൾ കാണേണ്ടത്. ഒരാളെയും അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുവാൻ പാടില്ല, ഒരാളെയും പരിഹസിക്കുവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സന്ദർഭത്തിലൂടെ സ്വഹാബത്തിനെ വിശദീകരിക്കുമ്പോ ആ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സ്വഹാബ, ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫഹാദാ ഇർദീ, എന്റെ അഭിമാനവിധാ നിങ്ങളുടെ മുമ്പിൽ പച്ചയായിട്ട് നിലനിൽക്കുകയാണ്. ഫൽയസ്തഖ്ദിമി, നിങ്ങൾക്ക് പകരം വീട്ടാം. ഈ മുഹമ്മദ് ആരുടെയെങ്കിലും അഭിമാനത്തെ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ പകരം വീട്ടാം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നു, സുഹാബ, ആരുടെയെങ്കിലും ശരീരത്തിൽ അന്യായമായിട്ട് ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പ്രഹരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദാ വഗ്രി, എന്റെ മുതുകിത നിങ്ങൾക്ക് പകരം വീട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ചോദിക്കാൻ കഴിയുമോ? നമുക്ക് സംസാരിക്കാൻ കഴിയുമോ ഈ രൂപത്തില്? എത്ര ആളുകളുടെ അഭിമാനത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇല്ലാതാക്കിയത്? എത്രയെത്ര ആളുകളെയാണ് നമ്മൾ പ്രഹരിച്ചത്, പ്രയാസപ്പെടുത്തിയത്? അതുകൊണ്ട് വിശ്വാസിക്ക് വേണ്ട രണ്ടാമത്തെ ഉപദേശമാണ്, ഒരാളുടെ അഭിമാനത്തെ ക്ഷതം വരുത്തരുത്, ഒരാളുടെ രക്തത്തെയും നിങ്ങൾ ചീന്തരുത്, ഒരാളുടെ അഭിമാനത്തെയും നിങ്ങൾ ഇല്ലാതാക്കരുത്, അവന്റെ രക്തത്തെ ചീന്തരുത്, അവന്റെ ധനത്തെ നിങ്ങൾ കൊള്ളയടിക്കരുത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് ആ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്താ പ്രിയപ്പെട്ടവരെ? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അലാ ഇന്ന റബ്ബകും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്.
നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആ പടച്ച റബ്ബിനോട് മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അലാ, നിങ്ങൾ അറിയണേ, ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അഅ്ജമിയ്യിൻ വലാ ലി അജമിയ്യിൻ വലാ അറബിയ്യിൻ. അറിയണേ, അറബിക്ക് അനറബിയേക്കാളോ, ഒരു അനറബിക്ക് അറബിയേക്കാളോ പ്രത്യേകമായി കൊണ്ടുള്ള സ്ഥാനമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും കുബേരനാണെങ്കിലും കുചേലനാണെങ്കിലും പണിക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ കണ്ണിൽ എല്ലാവരും ഒരു രൂപത്തിലാകണം. അല്ലെ? കുറച്ച് കൂടുതൽ കാണാൻ സൗകര്യമുള്ളവരോട് ഒരു പെരുമാറ്റം, കാണാൻ തീരെ ഭംഗിയൊന്നുമില്ലാത്തവരോട് വേറൊരു പെരുമാറ്റം, അത്യാവശ്യത്തിന് സമ്പത്തൊക്കെ ഉള്ള ആളെ കാണുമ്പോൾ നമ്മൾ മെയിൻ ചെയ്യുക, അവനോട് സംസാരിക്കുക. സമ്പത്തൊന്നും ഇല്ലാത്ത ആളെ കാണുമ്പോൾ അവൻ ആ രൂപത്തിൽ കാണും. ഇതൊന്നും പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അങ്ങനെ പ്രത്യേകമായി കൊണ്ടുള്ള ശ്രേഷ്ഠതയില്ല. എല്ലാവരും തുല്യരാണ്. വലാ അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വാ. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പരിഗണനയില്ല. പടച്ച റബ്ബ് നോക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മതയാണ് എന്നുള്ളതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മാൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവനാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച ഒരു വിഷയമുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടായതാണ്, നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. അനറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ പ്രത്യേകമായ ശ്രേഷ്ഠതയില്ല. തഖ്വ കൊണ്ടല്ലാതെ നിങ്ങൾ മുന്നേറരുത് എന്നുള്ള മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു പ്രസംഗത്തിൽ ഏറ്റവും വലിയ പാഠമാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാലാമതായിട്ട് ഉപദേശിക്കുകയാണ്, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അലാ, നിങ്ങൾ അറിയണേ, ولا يحل لامرئ من مال أخيه شيئا إلا بطيب نفس منه. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം വരുമ്പോ ഒരു സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടോ അതിങ്ങനെ ഷെയർ ചെയ്തത് കൊണ്ടോ പ്രിയപ്പെട്ടവരെ പൂർണ്ണമാകുന്നില്ല. അത് പ്രകടമായി കൊണ്ടുവരണം. സത്യവിശ്വാസികള് പരസ്പരം സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ അവന്റെ സമ്മതമില്ലാതെ അവന്റെ സമ്പത്തിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ അപഹരിക്കുവാൻ പാടില്ല എന്നുള്ള വലിയ ഒരു സന്ദേശം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ചരിത്രം പഠിച്ചവരാണ് നമ്മൾ, അല്ലേ? മുഹാജിറുകളായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച മുഹാജിർ അൻസാറുകൾ പ്രിയപ്പെട്ടവരെ എല്ലാം കൊണ്ടും അവരുടെ സമ്പത്ത് കൊണ്ടും അവർക്ക് വീട് കൊടുത്തുകൊണ്ടും ഭക്ഷണം കൊടുത്തുകൊണ്ടും ഏതൊക്കെ നിലക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നുണ്ടോ ആ രൂപത്തിൽ സഹായിച്ച ആ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്നും മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഒരു ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി കൊണ്ട് പെരുമാറണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നൻ നിസാ ഇൻദകും അമാനിൻ അഖ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്. മനുഷ്യരെ, നിങ്ങളുടെ അടുക്കലുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ, അവര് നിങ്ങളുടെ അടുത്തവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരോട് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം എന്താണ്? വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മീസാഖൻ ഗലീലാ, സുദൃഢമായ ഒരു കരാറിലൂടെ ആ പടച്ച റബ്ബ് അവളുടെ ഗുഹ്യാവയവത്തെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുകയാണ്. വലിയ ഒരു കരാറാണ്. റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരുടെ മേൽ ചില കടമകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറെ സ്ഥാനം കൊടുത്ത് വളർത്തിയെടുക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ സ്ത്രീകള്. എന്നാൽ ആധുനിക ലോകം ഇതാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട രൂപത്തിലാണ്. അവര് സ്ത്രീകൾ എങ്ങനെ എന്താ പറയാ, പിടിച്ചു വെച്ച് അവർക്കൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ, അവർക്കൊന്നും നൽകാതെ
അവരെ എന്തോ ഒരു പ്രത്യേകമായ വിഭാഗക്കാരായി കണ്ട് തള്ളി നീക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം. വലകും അലൈഹിന്ന ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരുടെ മേൽ ചില കടമകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വമിൻ ഹഖ്ഖികും അലൈഹിന്ന അയ്യുതിന ഫുറൂശകും അഹദാ, നിങ്ങളുടെ അവകാശങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ വിരിപ്പിലേക്ക് മറ്റൊരാളും വരാതിരിക്കുക എന്നുള്ളത്. വലാ യഅ്സീനകും ഫീ മഅറൂഫ്, നല്ല ഒരു കാര്യത്തിലും അവർ നിങ്ങളോട് ഒരു അനുസരണക്കേട് കാണിക്കാതിരിക്കുന്നതും നിങ്ങളുടെ അവകാശങ്ങളിൽ പെട്ടതാണ്. ഏറ്റവും മാന്യമായി കൊണ്ടവർ നിങ്ങളോട് പെരുമാറണം. ഫഇദാ ഫഅൽന ദാലിക, അങ്ങനെ ആ സ്ത്രീകൾ പ്രവർത്തിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലഹുന്ന റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ അവർക്ക് വസ്ത്രം കൊടുക്കണം. അത് നിങ്ങളുടെ മഹത്തരമായി കൊണ്ടുള്ള ബാധ്യതയാണ്. ഇത്രയേറെ മഹത്വം നൽകിയ, ഇത്രയേറെ മഹനീയമായ സ്ഥാനം നൽകിയ, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ മാനിക്കുവാൻ ബഹുമാനിക്കുവാൻ പഠിപ്പിച്ച മതമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദീൻ ഇസ്ലാം എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമുക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ആറാമത്തെ ഒരു അധ്യാപനം സ്വഹാബത്തിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് പ്രബോധനത്തിന്റെ മേഖലയുമായി കൊണ്ടാണ്. പ്രസംഗത്തിന്റെ അവസാനത്തിൽ കൂടി നിന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ സ്വഹാബ, നാളെ പരലോകത്ത് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കുക എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തിന്റെ മറുപടി ഒരേ സ്വരത്തിൽ അവര് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് താങ്കളോട് പടച്ച റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി താങ്കൾ നിറവേറ്റിയിട്ടുണ്ട് പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്കത് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുമെന്ന് സ്വഹാബത്ത് പറയുകയാണ്. ആ സന്ദർഭത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച റബ്ബിനോട് അങ്ങേയറ്റം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ സാക്ഷിയാണ് റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രസംഗത്തിലെ ഓരോ അധ്യാപനങ്ങളും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതൃകയാണ്. അതേ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും നിനക്ക് വന്നെത്തിയാൽ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിന്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി നീ കാണുകയും ചെയ്താൽ പടച്ച റബ്ബ് പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ നബിയേ, ആ പടച്ച റബ്ബിനെ താങ്കൾ സ്തുതിച്ചുകൊള്ളുക, പാപമോചനം നടത്തിക്കൊള്ളുക. ഇന്നഹു കാന തവ്വാബാ, നിശ്ചയമായും ആ റബ്ബ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഈ സൂറത്ത് പ്രിയപ്പെട്ടവർ അറിയിക്കുന്ന എന്താണ്? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ ലക്ഷ്യം പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മള് പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോ, ദുൽഹിജ്ജ 9 നമ്മൾ കടന്നു പോകുമ്പോ കൃത്യമായി കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. ഈ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ, നാളെ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരനായിരിക്കാതെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി വിശാലമായ സ്വർഗം എന്നുള്ള കേദാരത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ ധൃതിപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി മുന്നേറുവാൻ ഈ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക.
തീർച്ചയായും പടച്ച റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ മുന്നേറുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അറഫാ ദിനം കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷിക്കുവാൻ, നമുക്ക് ആനന്ദിക്കുവാനുള്ള പെരുന്നാളിന്റെ സുദിനം നമ്മെ പഠിപ്പിച്ചത്. ആ ദുൽഹിജ്ജ 9 നോമ്പിനെ കുറിച്ച് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യുകഫിറു സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തിലെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ നോമ്പിന്റെ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. എല്ലാ വർഷവും നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് ആ പെരുന്നാളിന്റെ സുദിനത്തിലുള്ള പുതുവസ്ത്രം ധരിക്കുന്നതുമായി കൊണ്ടുള്ള കാര്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, എത്രയോ കുട്ടികളുണ്ട്. ഏതെങ്കിലും ഒരു പെരുന്നാളിലെങ്കിലും എനിക്കൊരു പുതിയ വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരുപാട് മക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മളത് ധരിക്കുമ്പോൾ അവരെയും നമ്മൾ ഓർക്കുക. ആ പെരുന്നാളിന്റെ സുദിനത്തിൽ ധരിക്കുന്ന വസ്ത്രം പുതിയ വസ്ത്രമായിട്ടില്ല എങ്കിലും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കുക. അതിന് പോലും പടച്ച റബ്ബ് നമുക്ക് പ്രതിഫലം നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ധരിക്കുമ്പോഴുള്ള പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുളിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം അവരുപയോഗിക്കുക, സ്ത്രീകളത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകളിൽ മൈതാനത്ത് വെച്ചുകൊണ്ട് നടത്തലാണ് സുന്നത്ത്. ഇനി കാലാവസ്ഥയും മറ്റുമൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് വരുമ്പോൾ പള്ളിയിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമസ്കരിക്കാവുന്നതാണ്. ഈ പെരുന്നാളിനെ, ബലിപെരുന്നാളിനെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് നമ്മൾ മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് നമ്മൾ വരേണ്ടത്. എന്നാൽ കഴിഞ്ഞ പെരുന്നാൾക്ക്, ചെറിയ പെരുന്നാൾക്ക് കഴിച്ചിട്ടാണ് പോകുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ആ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് മര്യാദകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുതുബകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് 7:15 നമ്മൾ നടത്തപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രത്യേകമായി സ്വതക്ക നൽകുവാനുള്ള വിഷയത്തിൽ പ്രത്യേകമായി സ്വഹാബത്തിനോട് നിർദ്ദേശം കൊടുക്കുമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം കളക്ട് ചെയ്യുവാൻ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലേക്കുള്ള ആ സാമ്പത്തികമായി കൊണ്ടുള്ള ആ ഒരു തുക കണ്ടറിഞ്ഞ് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ അന്ന് പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുപോലെ ബലി കർമ്മം നടത്തുക എന്നുള്ള മഹത്തരമായ ആ ഒരു കർമ്മം അല്ലേ, നമ്മൾ കൊണ്ടുവന്നു,
നമ്മളതിന് വെള്ളം കൊടുത്തു, നമ്മളതിന് ഭക്ഷണം കൊടുത്തു, പുല്ല് കൊടുത്തു, അത് ഉറങ്ങിയോ നോക്കി, അതിനെ കെട്ടി, അതുപോലെ തന്നെ അതിനെ സംരക്ഷിച്ചു. ഇനി ആ മൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ബലി കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഒരു വചനമുണ്ട്: നിങ്ങൾ അറുക്കുന്ന ആ മൃഗത്തിന്റെ മാംസമോ രക്തമോ പടച്ച റബ്ബിന് വേണ്ട, നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ് പടച്ച റബ്ബിന് വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആ ബലികർമ്മം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അതിൽ സജീവമായി നിലകൊള്ളണം. എനിക്ക് പ്രതിഫലമുണ്ട് അതിനറുക്കുമ്പോൾ, അത് അത് എത്തിച്ചു കൊടുക്കാൻ, അത് കൊണ്ടുപോയി കൊടുക്കാൻ, ആ കാര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായ ഒരു ഇടപെടലുകൾ നമ്മൾ നടത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എത്രയോ സഹോദരങ്ങൾ പല ഭാഗങ്ങളിലും പലവിധ കേസുകളിലും പലവിധ പ്രയാസങ്ങളിലും പെട്ട് വളരെ അധപ്പതിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ദുരന്തങ്ങൾ, നമ്മൾ പോലും അറിയാത്ത ദുരന്തങ്ങൾ ഓരോ നിരക്കും പടച്ച റബ്ബ് നിശ്ചയിച്ച പ്രകാരം ഈ ഭൂലോകത്തേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ, അനശ്വരമായ മനുഷ്യൻ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെയോ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ കൂട്ടുകാരോ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് പരിചയമില്ലാത്ത ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് എന്നും നമുക്കും ഒരു മാതൃകയാണ്, നമുക്കൊരു പാഠമാണ്. പടച്ച റബ്ബിന്റെ പരീക്ഷണം ഏത് നിലക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരാമെന്നുള്ള പാഠം. അതുകൊണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും പടച്ച റബ്ബ് എനിക്ക് നൽകിയ മഹത്സരമായ ഓരോ നിമിഷങ്ങളാണ് എന്നുള്ള ബോധത്തോടു കൂടി നന്മകളിൽ മത്സരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നന്മകളാൽ സജീവമായി മുന്നേറുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരുമാറാകണേ. നാളെ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ നാഥാ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വൃദ്ധരായ സഹോദരി സഹോദരന്മാർ, മറ്റു ആളുകൾ, അല്ലാഹുവേ ശാന്തിയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചോനെ, ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുവാൻ വസൂയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നല്ല നല്ല ആഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശീർവാദം കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, പടച്ചോനെ ഞങ്ങൾക്ക് ഇൽമ പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അല്ലാഹുവേ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, കത്തിയെരിയുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ നീ ആരെയും മാറ്റിക്കളയല്ലേ അല്ലാഹ്. നിന്റെ വിശാലമായ സ്വർഗ്ഗത്തിന്റെ കേദാരത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പടച്ചോനെ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ സമ്പത്തിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.